1000 മാസങ്ങളെക്കാൾ പവിത്രതയുള്ള ലൈലത്തുൽ ഖദറിന്റെ ദിവസമാണ് ഇന്ന് 27-ാം രാവ്. 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന് അറിയിക്കുന്ന മൂന്നാമതൊരടയാളം സൂറത്തുൽ ഖദറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സൂറത്തുൽ ഖദറിൽ 30 പദങ്ങളാണുള്ളത്. ഇതിൽ അൽ ഖദർ പവിത്രത എന്നർത്ഥം വരുന്ന അൽ ഖദർ എന്ന പദം 5-മതായിക്കൊണ്ടും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ 5-മത്തത്, അതേപോലെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ അവിടെ 10-മതായിക്കൊണ്ടും, ഇനി ലൈലത്തുൽ ഖദ്രി അവിടെ 12-മതായിക്കൊണ്ടും, ഇങ്ങനെ 5, 10, 12 നമ്പറുകളിലായിട്ടാണ് അൽ ഖദർ എന്ന പദം വരുന്നത്. ഈ 5, 10, 12 മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ 27 നമുക്ക് ലഭിക്കുന്നത്. ഈ 27 എന്നത് 27-ാം രാവിലേക്കുള്ള സൂചനയാണെന്ന് ഇമാം റാസി തങ്ങൾ പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദർ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മയ്ക്ക് അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ധാരാളം സൽക്കർമ്മങ്ങൾ ഈ രാത്രിയിൽ വർദ്ധിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.